Hello friends, welcome to English classroom. Dears, we have already discussed the poem Song of the Rain. Everything related to you know. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, നമ്മൾ ആദ്യം 3 ഭാഗങ്ങളായിട്ട് പദ്യം പൂർണ്ണമായിട്ട് ചർച്ച ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ അതിലെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ചെയ്തു, ആക്ടിവിറ്റീസ് ചെയ്തു. ആക്ടിവിറ്റീസിന് ബാക്കിയുള്ളത് അപ്രീസിയേഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് പോയറ്റിക് ഡിവൈസസ് കൃത്യമായ ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. അതാദ്യം കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ അപ്രീസിയേഷൻ ചെയ്യും. അതാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. എല്ലാം ശ്രദ്ധിക്കണേ. ഓക്കെ, നമ്മൾ പദ്യം കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ട്. പഠിക്കാത്തവരുണ്ടെങ്കിൽ യു ഹാവ് ടു വാച്ച് ഇറ്റ് അഗെയിൻ. നൗ ഡിയേഴ്സ്, ലെറ്റ് us see the poetic devices. ഫസ്റ്റ് പെർസോണിഫിക്കേഷൻ ആണ്. എന്താ പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് പെർസോണിഫിക്കേഷൻ? എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് ആൻ ഇനാനിമേറ്റ് ഒബ്ജക്റ്റ് ഓർ അബ്സ്ട്രാക്ഷൻ ഈസ് എൻഡോവ്ഡ് വിത്ത് ഹ്യൂമൻ ക്വാളിറ്റീസ് ഓർ എബിലിറ്റീസ്. ഞങ്ങൾക്കറിയാം, ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്, അലങ്കാരമാണ്. അതിൽ ജീവനില്ലാത്ത, അതല്ലെങ്കിൽ ഒരു അമൂർത്തമായൊരു കാര്യത്തിന് മനുഷ്യന്റെ ഗുണങ്ങളും കഴിവുകളും നൽകുന്ന അല്ലെങ്കിൽ സങ്കല്പിച്ചുകൊണ്ട് പറയുന്നതിനാണ് എന്തെന്ന് പറയാം? പെർസോണിഫിക്കേഷൻ എന്ന് പറയാം. മനുഷ്യരല്ലാത്തൊരു സാധനത്തിന് മനുഷ്യനായിട്ട് എന്ത് ചെയ്യുക? അതിന്റെ കഴിവുകളൊക്കെ കൊടുത്തിട്ട് അവതരിപ്പിക്കുക. റെഡി അല്ലേ? ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമ്മളതിൽ. വെൻ ഐ ക്രൈ ദ ഹിൽസ് ലാഫ്. കരയിലും ചിരിക്കലും നമുക്കറിയാം മനുഷ്യന്റെ ഗുണമാണ്. ഇവിടെ മഴ കരയുന്നതായിട്ടും അതുപോലെ തന്നെ കുന്നുകൾ ചിരിക്കുന്നതായിട്ടും പറയുന്നു. അതുകൊണ്ടാണ് അത് പെർസോണിഫിക്കേഷൻ ആയത്. ഫ്ലവേഴ്സ് റിജോയ്സ്. നിങ്ങൾക്കറിയാം, ഐ quench the thirst, I cure the ailments, I descend and embrace the flowers, I touch gently at the windows, thunder declares, rainbow announces. ഇതൊക്കെ അതിനെ പറ്റിയ ഉദാഹരണങ്ങളാണ്. നമ്മൾ പാടത്തപ്പോൾ ചർച്ച ചെയ്തുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. നിങ്ങൾക്കറിയാം. റെഡി അല്ലേ? ഓക്കെ ഡിയേഴ്സ്, വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഡിവൈസ്, മെറ്റഫർ. മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റഫർ എന്ന് പറഞ്ഞാൽ എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് ആൻ ഇംപ്ലൈഡ് കമ്പാരിസൺ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ ടു അൺലൈക്ക് തിങ്സ് ദാറ്റ് ആക്ച്വലി ഹാവ് സംതിങ് ഇൻ കോമൺ. നല്ലോണം ശ്രദ്ധിക്കണം മക്കളെ. അതായത് പിന്നെ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ, എന്നാൽ യഥാർത്ഥത്തിൽ തമ്മിൽ ചില സാമ്യങ്ങളുണ്ട്, പൊതുവായി ചില കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ തമ്മിൽ അർത്ഥം വെച്ചിട്ട്, അതായത് ലൈക്കോ ആസോ ഇല്ലാതെ നേരിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയാം? മെറ്റഫർ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു സാധനം മറ്റതാണ് എന്ന് പറയാം, അത് അതാണ് എന്ന് പറയാം. അതിനാണ് രൂപകം എന്ന് പറയാം. അതറിയാലോ, രൂപകം എന്നാണ് മലയാളത്തിൽ പറയാം. നിങ്ങൾക്കറിയാലോ. നോക്കാം നമുക്ക്. ഓരോന്ന് നോക്ക്. ആൻഡ് ഡോട്ടഡ് സിൽവർ ത്രെഡ്സ്. ഞാൻ ഡോട്ട് സിൽവർ ത്രെഡ്സ് ആണ്, അതായത് മുറിഞ്ഞ ഏതുപോലെയാണ്? വെള്ളിനൂലുകളെ പോലെയാണ്. വെള്ളിനൂലുകളാണ് എന്ന് പറയാം. പോലെയാണെന്ന് പറഞ്ഞാൽ എന്തായി? സിമിലിയായി. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്തായി? അത് മെറ്റഫറായി. ഒക്കെ അതുപോലെയാണ്. ഐ ആം ബ്യൂട്ടിഫുൾ പേഴ്സ് പ്ലക്ക്ഡ്. ഞാൻ മുത്തുകളാണ്. ദ ഫീൽഡ് ആൻഡ് ക്ലൗഡ് ആർ ലവേഴ്സ്. ഫീൽഡും ക്ലൗഡും കമിതാക്കളാണ്. ഐ ആം എ മെസ്സഞ്ചർ ഓഫ് മേഴ്സി. ഞാനൊരു കരുണയുടെ ദൂതനാണ്. My announcement is a welcome song. I am the sigh of the sea, laughter of the field. I am ആണ്. അതറിയാലോ, നമ്മളെ കുറിച്ചാണ്. tears of heaven. ഇപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. രൂപകം എന്ന് പറഞ്ഞാൽ, മെറ്റഫർ എന്ന് പറഞ്ഞാൽ രണ്ട് സാധനങ്ങൾ ഒരുപോലെയാണ് എന്ന് പറയാം. രണ്ടും ഒന്നാണെന്ന് പറയാം. പോലെ എന്ന് വന്നാൽ അത് വേറെയോ, അതേ സമയത്ത് രണ്ടും ഒന്നാണെന്ന് പറയുന്നതാണ് ഇത് മെറ്റഫർ. ക്ലിയർ ആണല്ലോ? ലാസോ ലൈക്കോ ഉണ്ടാവില്ല. ശ്രദ്ധിക്കണം. റെഡിയല്ലേ? നെക്സ്റ്റ് ആണ് സിമിലി. നമുക്ക് ഏറ്റവും പരിചയമുള്ളതാണ്, എളുപ്പമുള്ളതുമാണ്. ഉപമ. അറിയാലോ. ഇവിടെ എന്താ ഉണ്ടാവുക? സ്റ്റേറ്റഡ് കമ്പാരിസൺ യൂഷ്വലി ഫോംഡ് വിത്ത് ലൈക്ക് ഓർ ആസോ ലൈക്കോ വെച്ചിട്ട് നമ്മൾ പറയുന്ന ഒരു താരതമ്യമാണ്. ബിറ്റ്വീൻ ടു ഫണ്ടമെന്റലി ഡിസിമിലർ തിങ്സ്. രണ്ട് അടിസ്ഥാനപരമായ വ്യത്യാസമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ദാറ്റ് ഹാവ് സം ക്വാളിറ്റീസ് ഇൻ കോമൺ. പക്ഷെ പൊതുവിൽ ചില ഗുണങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളെ ആസോ ലൈക്കോ വെച്ചിട്ട് പോലെ എന്ന് പറയുന്നത്, അങ്ങനെ പോലെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതിനാണ് സിമിലി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? നോക്കണേ. ഐ ആം ലൈക്ക് എർത്ത്ലി ലൈഫ്. ഞാൻ ഭൗതികമായ ജീവിതം പോലെയാണ്. ഈ ലോകത്തെ ഭൗതികമായ ജീവിതം പോലെയാണ്.
എന്താ തമ്മിലുള്ള ബന്ധം? എന്താ? രണ്ടും തുടങ്ങുന്നത് മാഡ് എലിമെന്റ്സിലാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാനിക്കുന്നത് മരണത്തിലാണ്. രണ്ടും വളരെ ഷോർട്ടാണ്, ട്രാൻസിയന്റ്, നമുക്കറിയാം പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്. അപ്പൊ ആ ഒരു കാര്യം വെച്ചിട്ടാണ് ഇവിടെ കൈക്ക് വെച്ചിട്ട് എന്ത് ചെയ്തത്, കമ്പയർ ചെയ്ത്. എ വുമൻ ഓവർകംസ് മാൻ വിത്ത് ദ സ്ട്രെങ്ത് ഷീ ടേക്സ് ഫ്രം ഹിം. നമ്മൾ കണ്ടതാണ്, ഒരു സ്ത്രീ ഒരു പുരുഷനിൽ നിന്നെടുത്ത ശക്തി കൊണ്ട് അയാളെ അതിജയിക്കുന്നത് പോലെ നമുക്കറിയാതെ. അതുപോലെ എന്ത് ചെയ്യുന്നു, ഹീറ്റിൽ നിന്നായ ഞാൻ ഹീറ്റിനെ കൊല്ലുന്നു. ഇവിടെ പോലെ ഒന്ന് ലൈക്കാണ്, നാസ് വെച്ചിട്ടാണ്, അറിയാലോ. Now, next one, allusion. A brief, usually indirect reference to a person, place, event, real or fiction. നമുക്കറിയാതെ സാങ്കല്പികമായതോ യഥാർത്ഥമുള്ളതോ ആയ ഒരു സംഭവം, അതൊരു സ്ഥലം, അതിലൊരു വ്യക്തി, അത് റെഫർ ചെയ്യുന്ന പരാമർശിക്കുന്നതിനാണ്, നേരിട്ടല്ലാതെ പരാമർശിക്കുന്നതിനാണ് എന്തെന്ന് പറയാ, അലൂഷൻ എന്ന് പറയാം. ഉദാഹരണം നോക്ക്, ആൻഡ് ബ്യൂട്ടിഫുൾ പേഴ്സ് പ്ലക്ക്ഡ് ഫ്രം ദ ക്രൗൺ ഓഫ് ഇസ്റ്റാർ. ഇസ്റ്റാറിനെ അവിടെ പരാമർശിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇത് അലൂഷൻ. നമുക്കറിയാം സ്റ്റാർ ആരാണെന്ന് ചർച്ച ചെയ്ത വിഷയമായിട്ട് നമുക്കറിയാം. ഓക്കെ, മൂവ് ഓൺ ടു നെക്സ്റ്റ് വൺ. ഇമേജറി ആണ്. ഇതുവരെ പറഞ്ഞ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആണ് നമുക്കറിയാം. ഇനി ഇമേജുകളിലേക്ക് പോകണം. ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമേജറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമേജസ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ ഇമേജ് എന്ന് പറഞ്ഞാൽ? വിവിഡ് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ദാറ്റ് അപ്പീൽസ് ടു വൺ ഓർ മോർ ഓഫ് സെൻസസ്. ഒന്നോ അതിലധികമോ നമ്മളുടെ നമുക്കറിയാം ജ്ഞാനേന്ദ്രിയങ്ങൾ, അറിയാലോ, ബോധവുമായിട്ട് ജ്ഞാനേന്ദ്രിയങ്ങളുമായിട്ട്, ഞാനെന്താ ഉദ്ദേശിക്കുന്നത്, അതുമായിട്ട് അതിന്റെ കഴിവ്, അതുമായിട്ടോട് അപ്പീൽ ചെയ്യുന്ന വളരെ വിവരണാത്മകമായ ഭാഷയാണെന്ന് പറയാം ഇമേജുകൾ എന്ന് പറയാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരു വാങ്മയ ചിത്രമാണ്, പറഞ്ഞാൽ വേർഡ് പിക്ചറാണ്. അത് ഒന്നുകിൽ സൈറ്റിനോട് അപ്പീൽ ചെയ്യും, കാഴ്ചയോട്, അല്ലെങ്കിൽ കേൾവിയോട്, അതല്ലെങ്കിൽ ടച്ചിനോട്, അതല്ലെങ്കിൽ സ്മെല്ലിനോട്, അല്ലെങ്കിൽ ടേസ്റ്റിനോട്. സൈറ്റിനോടാണ് അത് അപ്പീൽ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം അതിനെ നമ്മൾ വീഡിയോ ഉള്ള കാണുന്നതിന് പറയാം, അപ്പൊ വിഷ്വൽ എന്നാ പറയാം. ഹിയർ ആകുമ്പോൾ ഓഡിയോ ആണ്, ഓഡിറ്ററി എന്നാ പറയാം. ടച്ച് നമുക്കറിയാം സ്പർശാണ്, അങ്ങനെ ആകുമ്പോൾ നമ്മൾ ടാക്ടൈൽ എന്നാ പറയാം. സ്മെല്ല് നമുക്കറിയാം മണമാണ്, അപ്പൊ നമ്മൾ പറയാം ഓൾഫാക്ടറി എന്നാണ്, മറ്റേ ഗസ്റ്റേറ്ററി എന്നാണ് പറയാം, നമുക്കറിയാം ടേസ്റ്റ് ആകുമ്പോൾ, അതറിയാലോ. അപ്പോൾ ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഉദാഹരണം ശ്രദ്ധിക്കുക. ഓഡിറ്ററി നോക്ക്, വോയിസ് ഓഫ് തണ്ടർ. നമ്മുടെ മനസ്സിൽ അപ്പൊ വന്നിട്ടുണ്ടാവും എന്ത്, അതായത് ആ ശബ്ദം നമുക്കിനെ കേൾക്കാൻ പറ്റും. അതേപോലെ തന്നെ വെൽക്കം സോങ്, സ്വാഗതഗാനം കേൾക്കാൻ പറ്റും. ദ ലാഫ്റ്റർ ഓഫ് ദ ഫീൽഡ് നമുക്ക് കേൾക്കാൻ പറ്റും. ദ സൈ ഓഫ് ദ സീ, നിശ്വാസം നമുക്ക് കേൾക്കാൻ പറ്റും. അത് ഹിൽസ് ലാഫ് കേൾക്കാൻ പറ്റും. സൈസ് ഫ്രം ഡീപ് സീ ഓഫ് അഫെക്ഷൻ. ക്ലിയർ ആണല്ലോ മക്കളെ? നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. സിമ്പിൾ ആണ്, ഒട്ടൊരു ഇമേജ് തേടി മനസ്സിലായല്ലോ. റൈറ്റ്, ഓഡിറ്ററി ക്ലിയർ ആയി. അപ്പൊ നമുക്കിനി മെല്ലെ ടാക്ടൈലിലേക്ക് പോവാം. ടാക്ടൈൽ നമുക്കറിയാം നമ്മുടെ ടച്ച്, സ്പർശമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഐ ടച്ച് ജെന്റലി ദ വിൻഡോസ് വിത്ത് മൈ സോഫ്റ്റ് ഫിംഗേഴ്സ്. ക്ലിയർ? നമ്മൾ വിരൽ കൊണ്ട് തൊടുക. ഞാൻ മെല്ലെ എല്ലാ ജനവാദം തൊടുന്നു എന്ന് പറയുമ്പോൾ അത് ടച്ച് ചെയ്ത് ബന്ധമുള്ളതാണ്. ഡിസെൻഡ് ആൻഡ് എംബ്രേസ് ദ ഫ്ലവേഴ്സ്. ആലിംഗനം, ഇറങ്ങി വന്ന് ആലിംഗനം ചെയ്യുന്നു, അതും ടച്ച് ആയിട്ട് ബന്ധമുള്ളതാണ്. അത് ടച്ചിനോട് അപ്പീൽ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അത് ഏതായത് ടാക്ടൈൽ ആയത്. നെക്സ്റ്റ് വിഷ്വൽ ഇമേജ് ആണ്. ആൻഡ് ഡോട്ട് സിൽവർ ത്രെഡ്സ്. കണ്ണ് മനസ്സിൽ കണ്ണിങ്ങനെ കൂട്ടിയാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. പിക്ചർ എപ്പോഴും നിങ്ങൾ മനസ്സിലുണ്ടാവും, പാട്ടിൽ അവതരിപ്പിച്ച ഓർമ്മ ഉണ്ടാവും. ആൻഡ് ബ്യൂട്ടിഫുൾ പേൾസ് നിങ്ങൾ മനസ്സിലെ രൂപം ഉണ്ടാവും. ഐ ഡിസെൻഡ് ആൻഡ് എംബ്രേസ് ദ ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റിയതാണ്. റെയിൻബോ, ടിയേഴ്സ് ഓഫ് ഹെവൻ, ഇതൊക്കെ കാണാൻ പറ്റിയതാണ്, വിഷ്വൽ ഇമേജുകളാണ്. ഓക്കെ അല്ല ഡിയേഴ്സ്? എക്സാജറേഷൻ ആണ് അടുത്തെന്ന് പറഞ്ഞാൽ ഹൈപ്പർബലി ആണ്. ഹൈപ്പർബലി എന്ന് പറഞ്ഞാൽ എക്സാജറേഷൻ ആണ്. ഞാൻ ഒറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ കണ്ടു എന്നൊക്കെ പറയാം. അതായത് ഒരു സാധാരണ നടക്കുന്ന ഒരു കാര്യത്തിനേക്കാളും അത് എന്ത് ചെയ്യാൻ വളരെ അതിശയോക്തി കലർത്തി പറയാം. അതിശയോക്തിയാണത് ഹൈപ്പർബലി. ഉദാഹരണം നോക്ക്, ദ ട്രീസ് ഇൻ എ മില്യൺ ലിറ്റിൽ വേസ്. അത് പറയുന്നത് ഞാൻ പൂക്കളെയും അതുപോലെ മരങ്ങളെയും ഒക്കെ ഞാൻ ലക്ഷക്കണക്കിന് വ്യത്യസ്തമായ രീതികളിൽ എന്ത് ചെയ്യുന്നു, ആലിംഗനം ചെയ്യുന്നു എന്ന് പറയുന്നത്. വ്യത്യസ്ത മഴ പെയ്യുന്നതിനേക്കാൾ സൂചിപ്പിക്കുന്നുണ്ടാവും, നമ്മൾ ചർച്ചയിൽ വന്നതാണ്. അപ്പൊ ഇങ്ങനെ വളരെ അതിശയോക്തി കലർത്തി പറയുന്നതിനാണ് ഹൈപ്പർബലി എന്ന് പറയാം. ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ് അലിട്രേഷൻ ആണ്. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് മ്യൂസിക്കൽ ഡിവൈസുകളാണ്.
എന്ന് പറഞ്ഞാൽ അതിന്റെ വെർബൽ ബ്യൂട്ടി പുറമുള്ള സൗണ്ടായിട്ട് ബന്ധപ്പെട്ട ഭംഗിയാണ് നമ്മൾ ഇനി പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്താ അലിട്രേഷൻ എന്ന് പറഞ്ഞാല് ദ റെപ്പിറ്റേഷൻ ഓഫ് ആൻ ഇനിഷ്യൽ കൺസണന്റ് സൗണ്ട് ഇൻ ദ സെയിം ലൈൻ. ഒരു വരിയില് രണ്ട് വാക്കുകൾ ഒരേ കൺസണന്റ് സൗണ്ടോട് തുടങ്ങും. കൺസണന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സാധാരണ ലെറ്ററിനെ രണ്ടായി തിരിച്ചുണ്ട്. അതായത് ആൽഫബറ്റിൽ ലെറ്റേഴ്സിനെ ഫസ്റ്റ് വവൽ സൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ കൺസണന്റ് സൗണ്ട് ഉണ്ട്. മലയാളത്തിൽ സ്വരവ്യഞ്ജനം. ഇവിടെ വവൽ കൺസണന്റ് ലെറ്റേഴ്സിനെ തിരിച്ചിട്ടുണ്ട്, അതിന്റെ സൗണ്ടും അതേപോലെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് പിന്നെ നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. വവൽ സൗണ്ട് 14 അതുപോലെ തന്നെ മറ്റേ കൺസണന്റ് സൗണ്ട്, അതുപോലെ നമ്മൾ ലെറ്ററിന്റെ മായുള്ള കുറച്ച് 13 നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. മലയാളത്തിൽ അ ഇ ഉ എന്ന പോലുള്ള സൗണ്ടുകൾ വരുന്നതാണ് വവൽ സൗണ്ട്. അതേപോലെ കടത്താപ്പുണ്ടല്ലോ, അതായത് കായ്ക്കഞ്ഞ ഇങ്ങനത്തെ സൗണ്ടുകൾ വരുന്നതാണ്, വ്യഞ്ജന സൗണ്ടുകൾ വരുന്നതാണ് കൺസണന്റ് സൗണ്ട്. സൗണ്ടാണ് പ്രധാനം കേട്ടോ. അവിടെ കൺസണന്റ് ആയാൽ പോലെ കൺസണന്റ് സൗണ്ട് ആവണം, ശ്രദ്ധിക്കണം. റെഡി അല്ലേ? നമുക്ക് കുറച്ച് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, നോക്കണേ. പേഴ്സ് പ്ലക്ക് പീപ്പ്, മെസ്സഞ്ചർ മേഴ്സി, ദ ലൈക്ക് ല്, വിൻഡോ വിത്ത്, വുമൺ വിത്ത്, സൈ സി, ഫ്രം ഫീൽഡ്. ഇങ്ങനത്തെ അറിയാലോ, രണ്ട് വാക്കുകൾ അടുത്തടുത്ത് വരിക, അതിൽ തുടങ്ങുന്നത് ഒരേ കൺസണന്റ് സൗണ്ട് ഉണ്ടായാൽ അതിനെയാണ് എന്ത് പറയുക, അലിട്രേഷൻ എന്ന് പറയുക. അപ്പൊ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരു അലിട്രേഷനെ ചോദിച്ചാൽ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് അടുത്തടുത്ത വാക്കുകൾ ഇങ്ങനെ തുടങ്ങുന്നത് അതാക്കേണ്ടത്. അതല്ലെങ്കിൽ എന്ത് ചെയ്യാൻ, ഒരു വാക്ക് ഒക്കെ എന്ത് ചെയ്യാം, വിട്ടതെടുക്കുക. കാരണം ഇവിടെ നോക്ക്, ഫസ്റ്റ് കോൺസിക്യൂട്ടീവ് തൊട്ടടുത്ത വാക്കുകളാണ്. ഇങ്ങനത്തതാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഒരു ഓഫോട് മാത്രമേ തിരിച്ചിട്ടുള്ളൂ. ഇവിടെ ഒരു ഒറ്റ വാക്ക് ഇങ്ങനല്ല. ഇതിനും കൂടുതലൊന്നും നമ്മൾ എഴുതേണ്ടതില്ല. മാക്സിമം ഒരു ലൈനിൽ, അതിനപ്പുറമുള്ളത് അലിട്രേഷൻ ആയിട്ട് നമ്മൾ എഴുതേണ്ടതില്ല. ക്ലിയർ ആണല്ലോ? നൗ ഡിയേഴ്സ്, അസണൻസ് ആണ്. റെപ്പിറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സ് ആണ് അസണൻസ് എന്ന് പറഞ്ഞാൽ. തൽക്കാലം എല്ലാവരും സാധാരണ തൽക്കാലം എല്ലാവരും വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്താൽ നമ്മൾ അസണൻസ് എന്ന് പറയാം. നോക്കൂ, ഡോട്ടിഡ്, ഡ്രോപ്ഡ്, ഡോട്ടിഡ്, ഡ്രോപ്ഡ്. നോക്കണേ, ഡോ ഓ എന്നുള്ള ആ ഒരു സൗണ്ടാണ്. ഈ ഓന്നുള്ള ലെറ്റർ അല്ല, ഓന്നുള്ള സൗണ്ട് അത് വന്നുകൊണ്ടാണ് അത് അസണൻസ് ആയത്. ബ്രീസ്, ഫീൽഡ്, ലൈക്ക്, ലൈഫ്, മില്യൺ, ലിറ്റിൽ. ഇ ഇ ഐ ഡിഫ്തോങ് എന്ന് നമ്മൾ പറയേണ്ട. അങ്ങനെ ഐ എന്നുള്ള സൗണ്ട്, ഫീൽഡ്, ഇ എന്നുള്ള സൗണ്ട്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് കൺസണൻസ് ആണ്. റെപ്പിറ്റേഷൻ ഓഫ് ഫൈനൽ കൺസണന്റ് സൗണ്ട്സ് ആണ് ഏത്, പിന്നെ കൺസണൻസ്. നോക്കണേ, ഇതുപോലെ ക്രൗൺ, ഡോൺ, അവസാനം നോക്ക്, ഫീൽഡ്, ക്ലൗഡ്, വുമൺ, മാൻ, ഫ്രം, ഹിം. ലാസ്റ്റ് ആനഫോറ. ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. ഇതിലിപ്പോ നമ്മൾ സാധാരണ 9ാം ക്ലാസ്സിൽ കൺസണൻസ് ചോദിക്കാറില്ല, അസണൻസ് ഒരു അപൂർവമായിട്ട് ചോദിക്കാറുള്ളൂ, അനഫോറും ചോദിക്കാറില്ല. പക്ഷെ അതൊക്കെ ഇതിലുണ്ട്, മറ്റു ക്ലാസ്സുകൾ പറഞ്ഞതുകൊണ്ടാണ് മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. അനഫോറ എന്ന് പറഞ്ഞാല് രണ്ടടുത്തടുത്ത വരികൾ ഒരേ ഫ്രേസ് കൊണ്ടോ വാക്കുകൊണ്ടോ തുടങ്ങും. അതല്ലെങ്കിൽ ചില സമയത്ത് പകുതിക്ക് വെച്ച് രണ്ടെണ്ണം തുടങ്ങിയാലും സാധാരണയായിട്ട് ഒരു വരിയിൽ തന്നെ പകുതി ഇത് റിപ്പീറ്റ് ചെയ്താൽ ചിലപ്പോൾ അനഫോറ എന്ന് പറയാറുണ്ട്. ഇപ്പൊ നോക്കാം ഉദാഹരണങ്ങൾ. വെൻ ഐ ക്രൈ, ഓർമ്മ ഉണ്ടാവും. അതുപോലെ വെൻ ഐ ഹംബിൾ, ആ രണ്ട് വരികളിൽ നോക്ക്, വെൻ ഐ എന്ന ഫ്രേസ് കൊണ്ടാണ് ഈ രണ്ട് കൂട്ടത്തിലെ വാക്കുകൾ കൂട്ടം കൊണ്ടാണ് തുടങ്ങുന്നത്. ഐ ക്വഞ്ച്, ഐ കെയർ, നോക്ക്, ഐ ഐ എന്നുള്ള വാക്കുകൾ തുടങ്ങി. ദ വോയിസ്, ദ റെയിൻബോ, ദ എന്നുള്ളതുകൊണ്ട് തുടങ്ങി. റെഡി അല്ലേ? ഇനി നമുക്ക് നല്ല അപ്രീസിയേഷനിലേക്ക് പോവാം. അപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഒരു ലിറ്റററി പീസിനെ വിലയിരുത്തുന്നതാണ് അപ്രീസിയേഷൻ. നമുക്കറിയാം എന്തൊക്കെയാണ് നമ്മൾ ഒരു പദ്യത്തിൽ വിലയിരുത്തേണ്ടത്, ലിറ്റററി പീസ് വിലയിരുത്തേണ്ടത്. ഒന്ന്, അത് എന്താണെന്നാണ്, പദ്യത്തിന്റെ എന്താണ്, അതിൽ വേണ്ടതിന്റെ കോണ്ടന്റ് എന്താണ്, ഉള്ളടക്കം എന്താണ്, അതിന്റെ തീം എന്താണ്, ഈ കാര്യങ്ങളാണ് ആദ്യം പറയേണ്ടത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഹൗ, എങ്ങനത്തതാണ് പറയേണ്ടത്, അതിലെ ഇമോഷന്, മൂഡ്, റിതം, പോയറ്റിക് ടെക്നിക്സ് ഒക്കെയാണ് അതിൽ വരേണ്ടത്. ലാംഗ്വേജ് ആൻഡ് സ്റ്റൈലിനെ കുറിച്ച് നമ്മൾ പറയണം, കമന്റ് കാണാം. പേഴ്സണൽ വ്യൂസ് ആൻഡ് കമന്റ്സ്, നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയേണ്ടതുണ്ട്. പറഞ്ഞതിൽ തുടങ്ങാൻ അതിൽ തന്നിട്ടുണ്ട്. ഈ ഇത് ജസ്റ്റ് നേർക്കൊന്ന് തുടക്കകാരങ്ങൾക്ക് നമുക്കതൊക്കെ ഉപയോഗപ്പെടുത്താം. വായിച്ചു നോക്കിയിട്ട്
പക്ഷെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അപ്രീസിയേഷൻ ചെയ്യുക എന്നുള്ളത്. കറക്റ്റ് ഫോർമാറ്റ് ഒന്നും ആവശ്യമില്ലെങ്കിലും എന്ത് കാര്യം കൊള്ളിക്കണമെന്നുണ്ട് അത് നിർബന്ധമായിട്ടും വേണമല്ലോ. റെഡി അല്ലേ? അത് കഴിഞ്ഞ സോങ് ഓഫ് ദ ടൈമിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഫോർമാറ്റ് കണ്ടിട്ടുണ്ട്. ആദ്യത്തെ പദ്യത്തിലും അത് വെച്ച് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ തലത്തിൽ തന്നെ എപ്പോഴും തുടക്കാതെ പഠിപ്പിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പൊ അതിൽ വേണ്ടത് ഈ കാര്യങ്ങളാണ്. നമുക്കറിയാം, വിശദീകരിക്കണില്ല, നമുക്ക് അറിയുന്നതായതുകൊണ്ട്. റെഡി അല്ലേ? ആ രീതി നമുക്ക് ചെയ്തു നോക്കാം. സോങ് ഓഫ് ദ റെയിൻ നമ്മൾ ഹെഡിങ് എഴുതി, പിന്നെ സോങ് ഓഫ് ദ റെയിൻ തുടക്കം അങ്ങനെയാണ്. സോങ് ഓഫ് ദ റെയിൻ ഈസ് എ പോയം ബൈ ഖലീൽ ജിബ്രാൻ ഡിസ്ക്രൈബിംഗ് ദ ഹെവൻലി ബ്യൂട്ടി ഓഫ് ദ റെയിൻ ഓർ റെയിൻസ് ലവ് ഫോർ എർത്ത്. തീമോടെ വന്നു, കൃതി ഏതാന്ന് വന്നു, അതുപോലെ സാധനം ഏതാന്ന് വന്നു, അതുപോലെ ആരെ എഴുതിയെന്ന് വന്നു. ഇനി അതൊന്ന് കുറച്ചൊന്ന് വിശദീകരിക്കുക. The poem is written in the first person and the rain itself is the speaker and she holds a mirror to her own identity and many activities. ഇപ്പൊ കറക്റ്റ് തീമോടെ ക്ലിയർ ആവുക. The rain is beautifully personified in this poem. അതിന്റെ സ്ട്രക്ചർ, അതിന്റെ രൂപമാണ്, പിന്നെ ലാംഗ്വേജ് എങ്ങനെയാണെന്നുള്ളതാണ് അത് നമുക്കത് അറിയാതെ. പിന്നെ നറേഷൻ എങ്ങനെയാണ്, ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ്. സ്ട്രക്ചർ ഒക്കെ വേണമെങ്കിൽ വിശദമായിട്ട് പറയട്ടോ. ഇത്ര പിന്നെ സ്റ്റാൻസ്, 10 സ്റ്റാൻസിന്റെ ആ കാര്യങ്ങളൊക്കെ വേറിയിട്ടാണ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. വളരെ മുമ്പ് അതുകൊണ്ടാണ് അത് പറയാത്തത്. ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഖലീൽ ജിബ്രാൻസ് ഫേമസ് കളക്ഷൻ ഓഫ് പോയംസ് ടിയേഴ്സ് ആൻഡ് ലാഫ്റ്റർ. ഏത് സമാനത്ത് നിർത്താന്ന് കൂടി നമ്മൾ മെൻഷൻ ചെയ്തു. റെഡി അല്ലേ? അപ്പൊ ഇതാണ് ഏത് ഇൻട്രൊഡക്ഷൻ, ഫസ്റ്റ് പാരഗ്രാഫാണ്. അതിൽ ഓർഡറെ പറ്റിയും തീമൊക്കെ നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തു. ഇനി നമ്മൾ നല്ല അടുത്ത ഭാഗത്തേക്ക് പോവാൻ. ട്രെയിൻ ലുക്സ് ലൈക്ക് എന്നും പറഞ്ഞാൽ തുടങ്ങിയിട്ടുള്ളത് നമ്മൾ അതിൽ, അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ തന്നെ ആവുന്ന ഒരു നിർബന്ധമില്ല കേട്ടോ. ബുക്ക് പുസ്തകം നമ്മളെ റീഡറിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് കാണിക്കുന്നുള്ളൂ. The rain looks like silver threads thrown down on earth to adorn fields and valleys. മക്കൾ വായിച്ചിട്ട് ഇത് എന്താണ് മനസ്സിൽ കൊണ്ടുവന്ന് എന്താ മനസ്സിലാക്കട്ടെ. Then it compares itself to the plucked pearls of a star's crown to be decorated the gardens on earth. When it falls, the hills become cheerful as it gives them life. When it rains heavily on the hills, the echo of the rain sounds like the laughter of the hills. When it falls on flowers, they dance in joy. All things on earth are happy with its arrival. The rain compares itself to a messenger between the lovers, the cloud and the field. She quenches the thirst of the fields and cures the ailment of the clouds. She is a messenger of mercy between them. The poet elucidated, പഠിച്ചതാണ്, വ്യക്തമാക്കി കാണിക്കാന്നൊക്കെ അർത്ഥമുള്ളൂ. The majesty of the rain through picturesque description. Picturesque എന്ന് പറഞ്ഞാൽ വരച്ച് കാണിച്ച രീതിയിലെന്നാണ്. പിന്നെ മജസ്റ്റി ഗാംഭീര്യമാണ്, അപ്പൊ നമുക്കറിയാതൊക്കെ ചർച്ച ചെയ്യുന്നതാണ്. The deafening voice of thunder announces the arrival of the rain on earth. The rainbow with its 7 different colors declares the departure of the rain from the earth. Clear ആണ്? From the earth. Clear ആണല്ല? Now the rain springs up from the depth of the seas and the oceans. It soars to great heights with the breeze and then returns to its source. Thus rain is caused by a cyclic process. Out of its caring attitudes towards the earth, this nature phenomenon comes down to nourish, refresh and rejuvenate. Rejuvenate എന്ന് പറഞ്ഞാൽ വീണ്ടും ജീവൻ നൽകുക, വീണ്ടും ലൈഫ് കൊടുക്കുന്ന rejuvenate എന്ന് പറയും, പുനരുജ്ജീവിപ്പിക്കുക. The flowers and the trees in a million little ways. The fact is that only those with a sensitive heart can perceive the soothing feel, affectionate nature and caring attitude of the rain. It is the heat that evaporates water into vapor which is the birth of rain. But it kills the heat, cooling the air like a woman defeats man using the strength she derives from him. Rain says it is the sorrow of the sea, laughter of the field, the tears of the sky. It is born out of sighs, spreads laughter and descends like tears. ഇതെന്താ മക്കളെ നമ്മൾ പഠിച്ച കവിതന്റെ വ്യക്ത ചുരുക്കാണ്. ചെറിയ ചെറിയ കുറച്ച് വിശദീകരണങ്ങളുണ്ട്. അതാണ് അടുത്ത ഭാഗം, ലിറ്ററൽ മീനിങ്, പാരഫ്രൈസിങ്. കുറച്ച് കാര്യങ്ങൾ കൂട്ടത്ത് പറയുമ്പോൾ ഭംഗി ഉണ്ടാവുന്നത് ചെറിയ വിശദീകരണം കൊടുത്തത്, ഇംപ്ലൈഡ് സെൻസ് പാടെ കൊടുത്തിട്ട് വളരെ വിശദീകരിക്കും. ഒരുപാടുണ്ടാവും. നമ്മൾ പരീക്ഷയ്ക്കൊക്കെ വരുമ്പോ ഏത് ഭാഗമാണോ ആ ഭാഗം എടുത്തിട്ട് വിശദീകരിച്ചാൽ മതി. ചെറിയൊരു തുടക്കത്തിട്ട് റെഡി അല്ലേ? ഓക്കെ, തുടക്കത്തിൽ നിന്ന് അതിലേക്ക് എത്താതെ ചെറിയ ഒരു സെന്റൻസ് കൊടുത്തിട്ട് പിന്നെ ആ ഭാഗം വിശദീകരിച്ചാൽ മതി. റെഡി ഡിയേഴ്സ്? ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവാം. വായിച്ചു നോക്കാം എന്താണ് നിങ്ങൾ പറയണേ. There are 5 auditory, tactile and visual images
that make the poem truly exquisite എന്ന് പറഞ്ഞാൽ വെരി ക്ലിയർ ഫൈൻ എന്നൊക്കെയുള്ള സെൻസാണ്, വളരെ ഭംഗിയുള്ളതാകാൻ വേണ്ടിയിട്ട്, വളരെ ഏറ്റവും നല്ലതാകാൻ വേണ്ടി നമുക്ക് സെൻസാണ്. ഇതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ വായിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. ഏത് ഭാഗമാണ് ചോദിച്ചാൽ ഭാഗത്തുനിന്നുണ്ട്, ഞാൻ കുറച്ചൊന്നും എടുത്തു വെച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ദ സൗണ്ട്സ് ആക്ഷൻസ് ആൻഡ് മൂവ്മെന്റ് ഓഫ് റെയിൻ ആർ കൺവേഡ്. അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് ഇമേജ് എന്ന് മനസ്സിലാക്കാം. എന്താണ് ഇതിലുള്ളത്? ഇമേജസ് ആണ്, അതിന്റെ മീനിങ് ആണ്, അതറിയാലോ. നെക്സ്റ്റ് ഇതെന്താ നോക്ക്. The poet has used many musical devices like alliteration, assonance and consonance. Some of them are എന്നൊക്കെ ഉദാഹരണങ്ങൾ കൊടുത്തു. മക്കൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ പരിഗണിക്കുന്നത് അതിന്റെ പുറമുള്ള ബ്യൂട്ടിയാണ്. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഇതെന്താ സാധനം? ലിറിക്കൽ ക്വാളിറ്റീസ് ആണ്. നമുക്കറിയാം സൗണ്ട്, റൈം, അലിട്രേഷൻ, ഇവിടെ റൈം സ്കീമിന്റെ അത് കൊടുക്കാം. അതേപോലെ തന്നെ റൈം വേർഡ്സ് ഉണ്ടെങ്കിൽ അത് കുറച്ച് മെൻഷൻ ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ. Now next വായിച്ചു നോക്കിയത് എന്താണുള്ളത്? Throughout the poem, the poet uses different poetic devices such as personification, metaphor, simile, allusion, hyperbole, etc. Clear ആണല്ലോ അത്? അതായത് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആണ്, അതിനെ കുറിച്ചുള്ള കമന്റ് ആണ്, ഉദാഹരണങ്ങളുമാണ്. ഞാൻ വായിക്കുന്നില്ല, അറിയാലോ. ഫിഗേഴ്സ് ഓഫ് ഫിഗറേറ്റീവ് മീനിങ് എന്ന് പറഞ്ഞാൽ പോയറ്റിക് ഡിവൈസസ്, സിമിലി, മെറ്റഫർ, പേഴ്സണിഫിക്കേഷൻ, ഹൈപ്പർബോളി പോലുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. റെഡി അല്ലേ? ഇതൊക്കെ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ ഓരോന്നും വേറെ എഴുതണമെന്നില്ല. ഇപ്പൊ നമ്മൾ ലിറിക്കൽ ക്വാളിറ്റീസ് ഇതൊക്കെ ഒപ്പം എഴുതാം, ഒറ്റ പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? ചെയ്യല കുഴപ്പമുണ്ടാവില്ലല്ലോ. Now ശ്രദ്ധിക്കണം കേട്ടോ. The poem is written in an autobiographical tone. ആത്മകഥ ടോൺ ആണ് ഇതിനുള്ളത്. ഇതിന്റെ ടോൺ എന്താന്ന് പറഞ്ഞു. So the title is apt. ആ ടൈറ്റിൽ അതുകൊണ്ട് വളരെ ആപ്റ്റ് ആണ് പറഞ്ഞത്. അതായത് ഞാൻ എന്ന് പറഞ്ഞ കഥ പറയുമ്പോൾ സോങ് ഓഫ് ദ റെയിൻ എന്നുള്ള ആ കാര്യം വളരെ, ആ ടൈറ്റിൽ വളരെ ഏതാണ്, ആപ്റ്റ് ആണ്. Here the rain is treated as symbol of love. So we too should love nature and God. നമുക്കറിയാം അതിന്റെ മെസ്സേജ് അതാണ്, മെസ്സേജ് ആണ്. The mood is pleasant in the beginning and become philosophical when it ends. അറിയാൻ പുറത്തുനിന്ന് വളരെ ഹാപ്പി ആയിട്ടാണ്, അവസാനം ഇങ്ങനെ വരുമ്പോൾ അവസാനിപ്പിക്കുന്നത് വളരെ താത്വികമായ രീതിയിലാണ്, നമുക്കറിയാം. ക്ലിയർ ആണല്ലോ? ഇതെന്താ സംഗതി? ഇവിടെ നമ്മൾ പറയുന്ന മെസ്സേജ് എന്താണെന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? അതിന്റെ ജസ്റ്റിഫിക്കേഷൻ ആണ്. നെക്സ്റ്റ് നോക്ക്. It is rich in images and other poetic devices. Khalil Gibran ends the poem with philosophical overtone. Overtone എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് മെസ്സേജ് എന്ന സെൻസ് ഒക്കെ കൊടുത്താൽ മതി. The poet ardently wishes us long breaths from the deep sea of his love, laughter from the field of his spirit, gentle tearful sentiments from feelings of sense sentimental, from heavenly never-ending memories for all of us. Clear ആണല്ലോ? According to him, rain is the divine gift of God. നമ്മളവിടെ അവസാനിപ്പിച്ചു. അപ്പൊ അത് കൺക്ലൂഷനാണ്, ഇവാലുവേഷൻ. അപ്പോൾ മൊത്തത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വേണമെങ്കിൽ ഏത് പേഴ്സണൽ കമന്റുകളൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ എന്തെങ്കിലും കൂടി ചേർത്ത് ഭംഗിയായിട്ട് എഴുതിയാൽ നല്ല അപ്രീസിയേഷൻ. അങ്ങനെ മുറിച്ച് പറഞ്ഞ് പദ്യം കിട്ടുമ്പോൾ ഈ തരത്തിൽ ഓരോ നോക്കി ചെയ്യാനാണ്. ഇങ്ങനെ കറക്റ്റ് ഓരോന്നും വേറെ ആവാമെന്നില്ല, നിങ്ങളെ യുക്തിക്കനുസരിച്ച് ചേർത്ത് എഴുതിയാൽ മതി. ഇപ്പം പാരഗ്രാഫ് ഒക്കെ ക്ലിയർ ആയിക്കോളൂ. ഓക്കെ, റൈറ്റ്. യെസ്. ഒരു ചെറിയൊരു നിർദ്ദേശം കൂടി ചെയ്യുന്നുണ്ട് നിങ്ങളോട്. റെയിനെ കുറിച്ചുള്ള കവിതകളോ പാട്ടുകളോ ഒക്കെ കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് മദർ ടങ്ങിലോ അല്ലെ ഇംഗ്ലീഷിലോ ആവാം, മലയാളത്തിലോ ഇംഗ്ലീഷിലോ ആവാം. എന്നിട്ട് അത് പാടി നോക്കിയിട്ട് അയച്ചു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാലോ. മകൾ ചെയ്യേണ്ടത്, ഞാൻ കുറച്ച് തലഭാഗം മാത്രം തരാം. ഇത് നിങ്ങൾ അടിച്ചാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള പദ്യം നമുക്ക് നെറ്റിൽ കിട്ടും. ഫസ്റ്റത്തത് റെയിനി ഡേ എന്നുള്ളത് ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെലോന്റെ ഒരു കവിതയാണ്. സമ്മർ ഷവർ എമിലി ഡിക്കിൻസന്റെ ഒരു കവിതയാണ്. വായിച്ചു നോക്കണം നിങ്ങൾ. ദ റെയിൻ വില്യം ഹെൻറി ഡേവിസിന്റെ ഒരു കവിതയാണ്. പിന്നെ ജനറൽ മോർണിംഗ് റെയിൻ ഡേവിഡ് ടൈലറുടെ കവിതയാണ്. നമുക്കറിയാം നാടകാനാണ്. നമുക്കറിയാം മാനവില്യം തരുന്നതൊക്കെ നല്ല ഭംഗിയായിട്ട് പാടാൻ പറ്റിയതാണ്. നിങ്ങൾ നന്നായിട്ട് പാടാൻ അതിന്റെ ഓഡിയോയും വീഡിയോ ഒക്കെ ലഭ്യമാണ്. അപ്പൊ നമ്മൾ ചേർക്കുമ്പോൾ ഒരുപാട് നീണ്ടു പോകുന്നതുകൊണ്ടാണ് ചേർക്കാത്തത്. അപ്പൊ മക്കളെ നല്ലോണം ശ്രദ്ധിക്കണം നിങ്ങൾ. എനിക്ക് തോന്നുന്നത് സോങ് ഓഫ് ദ റെയിൻ എന്ന് പറയുന്ന കവിത കൃത്യമായിട്ട് അവതരിപ്പിച്ചു എന്നാണ്. എൻ്റെ എല്ലാ തലങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. എല്ലാ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരു പദ്യം എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതൊക്കെ കാണുമ്പോഴും ചെയ്യുമ്പോൾ ഏതെങ്കിലും അവ്യക്തത വന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒന്നും കൂടി കാണുക. ഇപ്പോൾ ഉഷാറാവും. നല്ലോണം ശ്രദ്ധിക്കുക. ഇപ്പോഴേ നല്ല ബേസ് ഇട്ടിട്ട് പോയാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇംഗ്ലീഷ് വളരെ ഈസിയാണ്, വളരെ ഇഷ്ടപ്പെട്ട വിഷയമായിട്ട് മാറും ചെയ്യും.
Okay dears, now thank you for watching. If you haven't subscribed yet, please subscribe. Meet again, till then, goodbye.